കാസർഗോഡ് ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണം, ചരക്ക് ലോറികൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ കോൺക്രീറ്റ് ബീമുകളിൽ ഉരസുന്നത് ആശങ്ക ഉയർത്തുന്നു. കാഞ്ഞങ്ങാട് സൗത്തിലെ അടിപ്പാതയുടെ കീഴ്വശത്താണ് അധികാരികളുടെ അടിയന്തര ശ്രദ്ധ പതിയേണ്ടത്. പ്രദേശത്ത് ഓവുചാൽ നിർമ്മാണവും അശാസ്ത്രീയമാണെന്ന് പരാതിയുണ്ട്. ദേശീയപാതയിൽ രണ്ടാം റീച്ചിൽ വ്യാപക പരാതിയാണ് ഉയരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞങ്ങാട് സൗത്താണ്. ഇവിടെ ജനങ്ങൾക്ക് വലിയ ആശങ്കയാണുള്ളത്. പ്രധാനമായും ഇവിടെ ഓവുചാൽ പ്രശ്നം, അതോടൊപ്പം ഈ മേൽപ്പാലം കടന്നു പോകുന്നിടത്ത് വാഹനങ്ങൾ ഇടിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഏതായാലും നമ്മോടൊപ്പം നാട്ടുകാർ തന്നെ ചേരുന്നുണ്ട്. എന്താണ് നിലവിലെ ഇവിടെ ഓവുചാലുമായി ബന്ധപ്പെട്ട് നമുക്ക് നേരിടുന്ന പ്രശ്നം? നിലവിൽ കഴിഞ്ഞ 4 വർഷക്കാലമായി മെഗാ കൺസ്ട്രക്ഷൻ കമ്പനി നാഷണൽ പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനമാണ് ഇവിടെ ഡ്രെയിനേജിൻ്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടി അവസാന ഘട്ടത്തിലേക്ക് പോകുന്നത്. ഈ അവസാന ഘട്ടത്തിൽ ഡ്രെയിനേജിൻ്റെ പണി പൂർത്തിയാക്കാൻ പോകുന്ന സമയത്ത് ഈ വെള്ളം, ഡ്രെയിനേജിനകത്ത് ഉണ്ടാകുന്ന വെള്ളം ഏത് ഭാഗത്തേക്ക് ഒഴിക്കണം എന്നുള്ള ആശങ്ക അവർക്കുണ്ട്. നിലവിൽ ഒരു നിലത്തിലുള്ള ധാരണയും അവർക്ക് അതിനെക്കുറിച്ചില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം കാണുന്നത് പോലെ ഉണ്ടാക്കിയ ഡ്രെയിനേജ് ഒരു ഭാഗം പൊന്തിയിട്ടും ഒരു ഭാഗം താഴ്ന്നിട്ടുമാണ്. ഈ വെള്ളമെല്ലാം ഈ ഡ്രെയിനേജിൽ ഇവിടെ കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ് നിലവിൽ ഉണ്ടാവുക. അതുപോലെ ഈ പ്രദേശത്ത് മുഴുവൻ വെള്ളക്കെട്ടും ഈ പ്രദേശത്തേക്ക് വരുന്ന നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ടുള്ള എല്ലാ വെള്ളക്കെട്ടും ഈ കാഞ്ഞങ്ങാട് സൗത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥ ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. അത് ശാശ്വതമായ ഒരു പരിഹാരം അടിയന്തരമായി കാണാം. ഇവരെ കമ്പനിയുമായി നിങ്ങൾ ബന്ധപ്പെട്ടിരുന്നു, അവരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം? അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഞങ്ങൾ ഇത് കെട്ടിയ ഡ്രെയിനേജ് അശാസ്ത്രീയമായി പോയി, അതുകൊണ്ട് ഞങ്ങൾ അടിയന്തരമായി ഇത് പൊളിച്ചു കളയും എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതുവരെ ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള പൊളിച്ചു കളയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇടപെടൽ അവരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ പാത കടന്നു പോകുന്ന ഈ മേൽപ്പാലത്തിനും ഉയരം കുറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. വാഹനങ്ങൾ ഇടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് അതിന്റെ അവസ്ഥ? സാധാരണ ഉയരമുള്ള വാഹനങ്ങളൊക്കെ പോകുന്ന സമയത്ത് അത് മേൽപ്പാലത്തിന് തട്ടുന്ന സ്ഥിതിയുണ്ട്. അത് പലപ്പോഴും അപകടം ഉണ്ടാക്കുന്ന സ്ഥിതിയുണ്ട്. രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ അതിൻ്റെ ടോപ്പ് മുകളിൽ തട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. അത് വലിയ അപകടത്തിന് സാധ്യതയുണ്ട്. എങ്ങനെയാണ് കൗൺസിലർ എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ കൂടെ നമ്മോട് ചേരുന്നു? എങ്ങനെയാണ് ഈ റോഡിൻ്റെ വീതി തന്നെ 7 മീറ്ററാണ്. പക്ഷേ ഡ്രെയിനേജ് അടക്കം 7 മീറ്ററാണ് കാണിക്കുന്നത്. നമുക്ക് നടന്നു പോകേണ്ട വഴി ഇതിൽ കാണുന്നില്ല. ഇത് അശാസ്ത്രീയമായി പണിതാണ്. ഇതിന് പ്രതികരിക്കാൻ വേണ്ടി നമ്മൾ ഇന്നലെ ഇതിൻ്റെ കമ്പനിക്കാർ ഇവിടെ വന്നു. അവർ പറഞ്ഞ് നമ്മളിത് പൊളിച്ച് മാറ്റിത്തരുന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ഇതുവരെയൊക്കെ അതിന് നടപടി പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ ജനങ്ങൾ ആകെ ആശങ്കയിലാന്നുള്ളത്. ഇവിടെ നാട്ടുകാർ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ പണി ഇതുപോലെ കിടക്കുകയാണ്. ഈ വെള്ളം ഏത് ഭാഗത്തേക്ക് ഒഴുക്കി വിടുന്നില്ല ഒരു ആശങ്ക ഇല്ലാതെ നാട്ടുകാരുള്ളത്. ഈ റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മഴക്കാലം വന്നാൽ ഫുള്ള് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. റോഡിന് പടിഞ്ഞാറ് ഭാഗത്തും ഒരു സ്കൂളും കൂടിയുണ്ട്. അപ്പോൾ അതിന് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കൂടുതൽ അനുഭവിക്കുന്നുണ്ട്. ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടായേ പറ്റും. എന്തായാലും രണ്ടാം റീച്ചിൽ ചെങ്കള മുതൽ തളിപ്പറമ്പ് വരെ വ്യാപകമായ പരാതിയാണ് ഉയരുന്നത്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്ന് തന്നെയാണ് കാഞ്ഞങ്ങാട് സൗത്ത് നിവാസികളുടെ പ്രധാന ആവശ്യം. അതല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. കെ.ബി. ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.